സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണെന്ന ഡയലോഗ് ടോക്സിക് എന്ന സിനിമയിലുണ്ട്. എന്നാൽ സ്ത്രീയെ അപമാനിച്ചും വയലൻസിനെ ആഘോഷിച്ചും ലഹരിയെ ഗ്ലോറിഫൈ ചെയ്തും കയ്യടി നേടുന്ന ടോക്സിക്കിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. കേരളത്തിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമാ പ്രവർത്തകയാണ് ടോക്സിക്ക് പിന്നിൽ എന്നതാണ് ഇതിലേറ്റവും വലിയ വിരോധാഭാസം. മമ്മൂട്ടിയുടെ കസബയിലെ സ്ത്രീവിരുദ്ധതയെ വിമർശിച്ചവരുടെ നിരയിലുണ്ടായിരുന്ന ഗീതു മോഹൻദാസ് മലയാളത്തിന് പുറത്തേക്ക് പോയപ്പോൾ അതേ സ്ത്രീയുടെ ശരീരത്തെ കച്ചവടം ചെയ്യുകയാണോ? ഇതാണോ ഗീതുവിന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയം? സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് വയലൻസിനെ ആഘോഷമാക്കി ലഹരിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ടോക്സിക്ക്. നായകന് മുന്നിൽ സ്ത്രീ എന്നാൽ ലൈംഗികതയ്ക്കുള്ള വെറുമൊരു ഉപകരണമായി അവതരിപ്പിക്കുന്ന, ഒരു മനുഷ്യന്റെ കഴുത്തുവെട്ടി തല നിലത്തിട്ട് ഉരയ്ക്കുന്നത്ര ഭീതിപ്പെടുത്തുന്ന വയലൻസ്, ലഹരി, തോക്ക്, രക്തം, സെക്ഷനലൈസ്ഡ് ദൃശ്യങ്ങൾ, ഇതൊക്കെ മാസായി അവതരിപ്പിക്കുന്ന സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയാം. പക്ഷെ അതിന്റെ പേരിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം മറക്കാമോ? സ്ത്രീയെ സെക്ഷുവലൈസ് ചെയ്താൽ മാത്രമേ സിനിമ വിറ്റുപോകൂ എന്ന കാഴ്ചപ്പാടാണോ ചലച്ചിത്ര പ്രവർത്തകർക്ക്? വയലൻസ് കാണിച്ചാൽ മാത്രമേ നായകൻ മാസാകൂ എന്ന ധാരണയുണ്ടോ? ലഹരി ഉപയോഗം സ്റ്റൈലിഷായി കാണിച്ചാൽ യുവാക്കൾ അത് വെറും സിനിമയായി മാത്രം കാണുമോ? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംവിധായകൻ ബൈജു കൊട്ടാരക്കര, അധ്യാപകനും സിനിമാ നിരൂപകനുമായ എം ശബരീഷ്, യൂട്യൂബർ സായി കൃഷ്ണ, ചലച്ചിത്ര നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ എ ചന്ദ്രശേഖർ, ന്യൂസ് 18 ന്യൂസ് പ്രൊഡ്യൂസർ MS ഹരികൃഷ്ണൻ എന്നിവരാണ്. ആദ്യം ശബരീഷിലേക്കാണ്. ശബരീഷ്, മമ്മൂട്ടിയുടെ കസബ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം പ്രധാനമായും സിനിമയിലെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളെയും സ്ത്രീവിരുദ്ധമായ സമീപനങ്ങളെയും ചുറ്റിപ്പറ്റിയായിരുന്നു. നമുക്കറിയാം, പിന്നീട് 2017 ഒരു ചലച്ചിത്രമേളയിലെ ചർച്ചയ്ക്കിടെയാണ് നടി പാർവതി തിരുവോത്ത് കസബയെ വിമർശിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വലിയ താരത്തെ ഉപയോഗിച്ച് സ്ത്രീകളെ അപമാനിക്കുന്ന സംഭാഷണങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് സിനിമയ്ക്കുള്ളിൽ മാത്രം നിൽക്കണമെന്നില്ല, അതിന് സമൂഹത്തിൽ സ്വാധീനമുണ്ടാകാമെന്ന്. പാർവതിയും ഗീതു മോഹൻദാസും ഒക്കെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും സംബന്ധിച്ച വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. എന്നാൽ അന്ന് ഒരു സിനിമയിലെ സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങളെ ചോദ്യം ചെയ്തവര് ഇന്ന് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമ എടുക്കുന്നു. പ്രത്യേകിച്ച് ഗീതു മോഹൻദാസ് ഒരു ടോക്സിക് സിനിമ എടുത്തപ്പോൾ അതിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം അതാണ്. അതായത് ഗീതുവിൻ്റെ സ്ത്രീപക്ഷ നിലപാട് അതൊരു കാപഢ്യമാണ്, ഒരു കപട സ്ത്രീപക്ഷ നിലപാടാണോ ഗീതുവിൻ്റെതെന്ന്? നമുക്ക് ഈ ഒരൊറ്റ വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരൊറ്റ സിനിമയെ മുൻനിർത്തിക്കൊണ്ട് പോകേണ്ടുന്നതല്ല ഈ ചർച്ച എന്ന് തോന്നുന്നു. കാരണം ഇത് വലിയ വിഷയമാണ്. ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പഴയ വാക്കുകൾ, അതല്ലെങ്കിൽ അയാൾ മുൻപ് ഉയർത്തി കാണിച്ച പല കാര്യങ്ങൾ പിന്നീട് അയാളുടെ സിനിമയിൽ തന്നെ ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് പല രാജ്യങ്ങളിലായിട്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളിലൊക്കെ ആയിട്ട് ഉയർന്നു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു പുതിയ കാര്യമല്ല. അന്ന് അത് പറഞ്ഞ നിങ്ങളുടെ സിനിമയിലല്ലേ ഇന്ന് ഇത് എന്നുള്ളൊരു ചോദ്യം സാധാരണമായിട്ട് മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരാൾ ഒരിക്കലൊരു തന്റെ രാഷ്ട്രീയം അതല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം സിനിമ ഇറങ്ങുമ്പോഴും അതിന് ഏത് സർഗാത്മക സൃഷ്ടി ഇറങ്ങുമ്പോഴും അത് വെച്ചുകൊണ്ട് അതിനെ വിലയിരുത്തുക എന്നത് ഒരു നല്ല സമീപനം അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഇത് അവരുടെ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ അവര് നയിച്ചിട്ടുള്ള പല സ്ത്രീപക്ഷ നിലപാടുകളെയൊക്കെ ഈ ഒരൊറ്റ സിനിമയിലെ രംഗങ്ങൾ കൊണ്ട് അളന്നു നോക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സിനിമയുടെ രാഷ്ട്രീയം അത്ര പക്ഷേ ശ്രീ ശബരീഷ്, ഇവിടെ ഗീതു മോഹൻദാസ് മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് സ്ത്രീപക്ഷ നിലപാടിനേക്കാൾ അപ്പുറം സിനിമ, നമുക്കറിയാം ഇതൊരു കച്ചവട താല്പര്യമുള്ള സിനിമകളാണ്. പക്ഷേ കസബ എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് ഇവർ സ്വീകരിച്ച നിലപാട് ഇതല്ലല്ലോ. അവിടെ സ്ത്രീയെ കച്ചവടവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവാക്കി മാത്രം ചിത്രീകരിക്കുന്നു. സ്ത്രീ വിരുദ്ധമായി കലർന്ന ഒരു സംഭാഷണം ഉൾപ്പെടെ അവർ വിമർശിച്ച് ആ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ ഒരു കടന്നാക്രമണം നടത്തുന്നുണ്ടല്ലോ.
പക്ഷെ അതേ ഗീതു മോഹൻദാസ് ഒരു സിനിമ എടുക്കുമ്പോൾ അവരിൽ നിന്നും ഇതല്ല പ്രേക്ഷകർ, പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിച്ചതെന്നാണ് ചില വിമർശനങ്ങൾ പ്രധാനമായി ഉയരുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അത്തരം പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഒരു ആർട്ടിസ്റ്റിന്റെ അവർക്ക് അത് ഈ സമയത്ത് അത് അവരുടെ സർഗാത്മക സൃഷ്ടിയുടെ സമയത്ത് അവരുടെ അവരുടെ ചിന്തകൾ ഈ തരത്തിലായിരുന്നു. അതിനനുസരിച്ചാണ് അവരുടെ സൃഷ്ടി ഉണ്ടായിപ്പോയത്. അത് നേരെ മറിച്ച് അത് ആളുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ എപ്പോഴും നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ബാധ്യതയായിട്ട് ഇന്ന രീതിയിൽ ഇയാൾ എടുക്കുന്നത് ഇങ്ങനെ ഒരു ചിത്രമായിരിക്കും. അത് ഇത്രയൊന്നും പോകണ്ട. നമ്മുടെ നിലപാടുകൾ മാത്രമല്ല, മുൻപ് പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, ഏത് സമൂഹത്തിൽ നിന്ന് വരുന്നു, എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലൊരു സിനിമയായിരിക്കും ഇയാൾ ചെയ്യുന്നത്, അത്തരത്തിലൊരു നോവലായിരിക്കും ഇയാൾ ചെയ്യുന്നത് എന്നുള്ള ഇത്തരം മുൻധാരണകൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് സൃഷ്ടിപരമായിട്ട് അതിന് വലിയ ബന്ധമില്ലാന്ന് തോന്നുന്നു. യെസ്, ഹരികൃഷ്ണൻ, നമുക്കറിയാം ഈ സമീപകാലത്ത് ഇറങ്ങുന്ന പല സിനിമകളും അത് ലഹരിയെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വയലൻസിനെ വല്ലാത്ത രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് മാർക്കോ പോലുള്ള സിനിമകൾ മാത്രമല്ല, ഈ സമീപകാലത്ത് ഇറങ്ങുന്ന പല ന്യൂ ജനറേഷൻ സിനിമകളുടെയും ഒരു സ്വഭാവം അതാണ്. അതോടൊപ്പം സ്ത്രീ വിരുദ്ധത, സ്ത്രീയെ ഒരു കച്ചവട വസ്തുവാക്കുന്നു, സ്ത്രീയുടെ ശരീരത്തെ വിൽക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. പക്ഷെ അതൊക്കെ ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഇത് കുട്ടികളിൽ, യുവാക്കളിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം പല വാർത്തകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇന്ന് സമൂഹത്തിൽ ഇത്രയധികം ഒരു വയലൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് വീടുകളിലാണ്, കുടുംബങ്ങളിലാണ്. പണ്ടൊക്കെ ഈ നഗരങ്ങളിൽ ലഹരി മാഫിയ, അതല്ലെങ്കിൽ ഈ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള കുടിപ്പകയും ആക്രമണവും ഒക്കെയാണ് കൂടുതലും ഈ ക്രൈമുകൾ വർദ്ധിക്കാനുള്ള കാരണമാകുന്നത്. അല്ലെങ്കിൽ അത്തരം പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ അതായിരുന്നുവെങ്കിൽ ഇന്ന് കുടുംബങ്ങളിലാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ലഹരിയാണ്. അത് സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട്. അതൊരു പരിധിവരെയും വസ്തുതയല്ലേ ഹരികൃഷ്ണൻ? ഇല്ല ടോം, അത് രണ്ട് രീതിയിൽ എടുക്കാം. അത് സിനിമ സ്വാധീനിക്കുന്നുണ്ട് ഇല്ലയോ എന്നുള്ളത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചിലതിൽ നമ്മൾ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമയിലെ നടന്മാർ ചെയ്യുന്നത് അനുകരിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് മാത്രം എടുക്കണം എന്നുള്ള രീതിയിലാണ് വിലയിരുത്തുന്നത്. അത് ഞാനും അങ്ങനെ തന്നെയാണ് പേഴ്സണലി വിലയിരുത്തുന്നത്. പക്ഷേ അത് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം അഗ്നിപത്ത് എന്ന സിനിമയിൽ ഒരു രംഗം എടുത്തുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, എനിക്ക് ഓർമ്മയില്ല, അവിടെ ഒരു അധ്യാപികയോട് ഒരു കുട്ടി കാണിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ സിനിമയിലെ പല സീക്വൻസസ്, റെഫറൻസസ് ഇതിന് മുമ്പും അത് ഇനാക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കാണാറുള്ള വിഷയമാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പം ഗീതു മോഹൻദാസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം. ഇപ്പോൾ ശബരീഷ് പറഞ്ഞതിലൂടെയുള്ള ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. ശബരീഷ് പറയുന്നത് ഗീതുവിൻ്റെ രാഷ്ട്രീയ നിലപാട് സിനിമയിലേക്ക് കൺവേർട്ട് ചെയ്യണമെമ്പോൾ നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിതിൻ രഞ്ജി പണിക്കർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സിനിമ ചെയ്തു, അത് അങ്ങനെ തന്നെ ആയിക്കൂടെ എന്നൊരു ചോദ്യം വരുന്നത്. അപ്പോൾ സിനിമയിൽ അങ്ങനെ സ്ത്രീകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു. അതുകൊണ്ടാണല്ലോ അന്ന് ആ ഒരു പത്രസമ്മേളനം നടത്തുകയും അതിനനുസരിച്ചുള്ള ഒരു കാര്യം ചോദിക്കുകയും ചെയ്തത്. പക്ഷേ സ്വന്തം സിനിമയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടത് പാലിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇതിപ്പോൾ ഗീതു മോഹൻദാസിനെതിരെ ഉന്നയിക്കപ്പെടുന്ന വിഷയം ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ. ഇത് കഴിഞ്ഞ ഒരു വർഷം മുന്നേയും 1.5 വർഷം മുമ്പേയും ഈ സിനിമയുടെ ഓരോ റെഫറൻസുകൾ, ഇപ്പോൾ ടീസർ പുറത്തുവിടുന്ന സമയത്തും 2 ടീസറുകളാണ് പ്രധാനമായും യഷിൻ്റെ പിറന്നാൾ ദിനത്തിൽ, അതായത് കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും 2 ടീസറുകൾ പുറത്തിറക്കിയിരുന്നു. ഒന്ന് സെമിത്തേരിയിലുള്ള ഒരു രംഗം, അത് വളരെ ഒബ്സീൻ രംഗമാണെന്നും പിന്നീട് അതിനെപ്പറ്റി ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറുപക്ഷം ആളുകൾ പറഞ്ഞിരുന്നത് സിനിമ വരട്ടെ, സിനിമ വരുമ്പോൾ ആ സിനിമയിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു ഇമ്പോർട്ടൻസും ആ സീനിലില്ല. ആ സീനിൽ ആ സ്ത്രീയെ മനഃപൂർവ്വമായി സെക്ഷുവലി ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഒരു നായകൻ്റെ ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രമായിട്ട് ഉന്നയിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ച ഒരു സീൻ മാത്രമാണത്. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഗീതു മോഹൻദാസ് പൊളിറ്റിക്കലി സംസാരിക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം ഗീതു നേരത്തെ ചെയ്ത മൂത്തോൻ പോലൊരു ഒരു സിനിമ ഒരു വേൾഡ് ക്ലാസ് സിനിമയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. അതിനുശേഷം വരുന്ന ഈ ഒരു സിനിമ എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു? നമ്മൾ പൊളിറ്റിക്കലി വിശ്വസിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഗീതു ആവട്ടെ, ഗീതു തന്നെ ഷൂട്ട് ചെയ്ത സിനിമ ആണെങ്കിൽ അത് എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും? എഡിറ്റിംഗ് ടേബിളിൽ തന്നെ എത്ര വട്ടം കാണും? 10 തവണയോ 20 തവണയോ?
നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇത് ഫെയറി ടെയിൽ ഫോർ ഗ്രൂണപ്സ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ധാരണ ആ സിനിമയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? ശരി, ഇത് രായൻ എന്ന് പറയുന്ന ഒരു പ്ലേ ബോയ് ക്യാരക്ടറിൻ്റെ കഥയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ അത് ഷൂട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ, ഒരു സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാത്രമാണ് ആ സിനിമ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ കാണുമ്പോൾ പോലും നമുക്ക് ഇടയ്ക്ക് വെച്ച് തോന്നിപ്പോകും നമ്മൾ കാണുന്നൊരു A സർട്ടിഫൈഡ് സിനിമയാണ്, ഉറപ്പാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന രീതിയാണ് പ്രശ്നം. എന്തിനാണിത് നായകൻ്റെ ഇൻട്രൊഡക്ഷൻ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ഒരു സെക്ഷുവലി യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കാണിക്കേണ്ട അവസ്ഥ? അത് ഞാൻ പറഞ്ഞ ഒരു സീൻ മാത്രമല്ല, ഇതിനകത്ത് പല രംഗങ്ങളും അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പല രംഗങ്ങളുമുണ്ട്. അപ്പോൾ ഗീതു പബ്ലിക്കലി ഒരു ഒപ്പീനിയൻ പറയും, സിനിമയിൽ അത് വേറെ ഒന്നായി മാറും എന്നതിനെ പറ്റി ആ നിലപാട് എനിക്ക് പൂർണ്ണമായും യോജിക്കാനേ കഴിയില്ല. കാരണം നമ്മുടെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറമേ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ കാണിക്കുന്നത്, നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സിനിമ വിഷയവുമായി ബന്ധപ്പെട്ട് പബ്ലിക്കലി വന്ന് സ്റ്റാൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതും ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കണമായിരുന്നു. കസബയും ഞാൻ ഒരിക്കലും കസബയെ ന്യായീകരിക്കില്ല, ഒരിക്കലുമല്ല. പക്ഷെ അത് ഒരു സംവിധായകൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കാതെ അത് വിമർശിച്ചിട്ട് നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല കാര്യത്തിൽ. മാത്രമല്ല ഈ സിനിമ എടുക്കുന്ന സമയത്തും ഇതിൻ്റെ സ്റ്റോറി, നിങ്ങൾ ഈ സിനിമയുടെ സ്റ്റോറി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സിനിമ കണ്ട് ഏതെങ്കിലും ഒരു പ്രേക്ഷകനോട് ഇതിൻ്റെ കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും. കാരണം ഇതിൻ്റെ കഥ വളരെ അണ്ടർലൈങ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ സ്ത്രീ വിരുദ്ധതയും അതാണ്. സായി കൃഷ്ണ, സായിയുടെ യൂട്യൂബിൽ സായി സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. സിനിമ കണ്ട ശേഷം എത്രത്തോളം ഈ സിനിമ സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്ന് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണമായും സ്ത്രീ വിരുദ്ധത മാത്രമല്ല, എന്തിനാണ് അത്രയധികം വയലൻസ് ആ സിനിമകളിൽ കൊണ്ടുവരുന്നത്? നേരത്തെ ഗീതു മോഹൻദാസും പാർവതി തിരുവോത്തുമൊക്കെ ഈ കസബ സിനിമയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവും അത് തന്നെയായിരുന്നു. കാരണം അത് സിനിമയ്ക്കുള്ളിൽ മാത്രം നിൽക്കണമെന്നില്ല, അതിന് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഗീതു മോഹൻദാസിൻ്റെ ഈ ടോക്സിക് എന്ന സിനിമയും സമാനമായ രീതിയിൽ തന്നെ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കില്ലേ സായി? അത് അവര് ചിന്തിക്കേണ്ടതാണ്. അവര് ആശയം ഒന്ന് പറയും, ആമാശയത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആശയം മാറ്റിവെക്കും. അതാണ് സത്യത്തിൽ ഗീതു മോഹൻദാസിന്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പടം എടുത്തപ്പോൾ. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗീതു മോഹൻദാസിന്റെ ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതില് ഫസ്റ്റ് ഗീതു മോഹൻദാസിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അവര് കഴിഞ്ഞ ദിവസം കൊച്ചിയിലോ തിരുവനന്തപുരത്ത് എങ്ങാണ്ട് പ്രൊമോഷൻ വന്ന സമയത്ത് അവർ പറഞ്ഞു സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ വന്നാലും ഉത്തരം പറയാൻ റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതു മോഹൻദാസിനെ പോലെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ എതിർത്ത്, സിനിമയിലെ ഈ സ്ത്രീ ഒബ്ജക്ടിഫിക്കേഷനെ കുറിച്ച് എതിർത്ത് സംസാരിച്ച് ഒരു വ്യക്തി സ്വന്തം സിനിമയിൽ വരുമ്പോൾ നിലപാട് മാറ്റം, സ്വന്തം സിനിമ എടുത്തത് സ്വയം ഡയറക്ട് ചെയ്തതാണോ അതോ ഇത് ഗോസ്റ്റ് ഡയറക്ഷൻ ബൈ യഷ് ആണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉത്തരം പറഞ്ഞു തരണം. കാരണം ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ഇവരാദ്യം പറഞ്ഞത് ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരെ ഈ ബോളിവുഡ് ആക്ടേഴ്സിന് കേൾപ്പിച്ച സമയത്ത് ഇതേപോലെ ആയിരുന്നില്ല ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഇൻസൈഡില്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്ക്രിപ്റ്റ് എവിടുന്ന് മാറി? ഒരു ഗോസ്റ്റ് ഡയറക്ഷൻ യഷ് ചെയ്തോ? അപ്പൊ അതിന്റെ കാരണം കൊണ്ട് സ്വന്തം ആശയം മാറ്റിവെച്ച് ആമാശയത്തിലേക്ക് പോകുക എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഇത് ഡയറക്ഷൻ മൊത്തം യഷിന് കൊടുത്ത് ഇവർ മാറി ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു സിനിമ, അതായത് ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു റെമ്യൂണറേഷനിൽ മാത്രം സിനിമ ചെയ്തു തുടങ്ങിയ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഒരു സിനിമ പുറത്തിറക്കുക എന്നുള്ള ഒരു ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ആശയങ്ങൾ മാറ്റിവെച്ച് യഷിന് വേണ്ടി ഒരു സിനിമ അങ്ങോട്ട് ഡയറക്ട് ചെയ്ത് ആ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ പേര് മാത്രം വെക്കാൻ നിന്നു കൊടുത്തതാണോ എന്നൊക്കെ ഇത് ഗീതു മോഹൻദാസ് ഉത്തരം പറയണം. കാരണം ഇവര് കസബ ആ ടൈമിൽ സെയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഗതി അതൊരു ചെറിയ കാര്യമല്ല. ഒരു ഇൻഡസ്ട്രിയെ മൊത്തം, അല്ലെങ്കിൽ ഒരു അത്രയും മാസീവ് ഫാൻ ബേസ് ഉള്ള ഒരു മമ്മൂട്ടിയെ പോലെ ഒരു ഫിഗറിനെ മൊത്തത്തിൽ അവർ ആ ഒരു സെയ്റ്റിലൂടെ ഇല്ലാതാക്കി കളഞ്ഞു കുറച്ചു കാലത്തിന്. അപ്പൊ അങ്ങനെ ഒരു ആശയം, സ്ട്രോങ് ആശയം സ്ത്രീകൾക്ക് വേണ്ടി വെച്ച ഒരാള് ഇത്രയും എന്താ പറയാ, ദിസ് ഈസ് എ ഗാങ്സ്റ്റർ മൂവി ത്രൂ എ ഫീമെയിൽ ഗേസ് എന്നാണ് ഇവർ പറഞ്ഞത്. ദിസ് ഈസ് എ ഗാങ്സ്റ്റർ മൂവി ത്രൂ എ ഫീമെയിൽ ഗേസ്. എന്താണ് ഫീമെയിൽ ഗേസ് എന്നുള്ളതിനൊരു ഉത്തരം ഗീതു മോഹൻദാസ് പറഞ്ഞു തരണം സത്യത്തിൽ. കാരണം നമ്മൾ സിനിമ കണ്ടപ്പോൾ ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ഓക്കെ ഫീമെയിൽ ഗേസിലൂടെ ഒരു പടം കാണുന്നു, ഒരു ഗാങ്സ്റ്റർ മൂവി. ഇതിൽ ഏത് ഫീമെയിലിന്റെ പെർസ്പെക്റ്റീവിലാണ് ഇവർ ഈ പടം എടുത്തത്? ഇവർ ഡയറക്ടറായ ഫീമെയിൽ ആയിട്ട് ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് പോലും അതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒരു ക്യാരക്ടറിന് പോലും അവർ യൂസ് ആൻഡ് ത്രോ ടിഷ്യൂ പേപ്പർ അല്ലാതെ ഇതിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ അവർ യൂസ് ചെയ്തിട്ടില്ല. ഈ രായ എന്ന് പറഞ്ഞ കഥാപാത്രം അതിലൊരു ആ ഒരു പ്ലേ ബോയ് ഇമേജിൽ ആ കഥാപാത്രം പോകുമ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് ഒരു ഡെപ്ത് കൊടുക്കാൻ പറ്റേണ്ട അവർക്ക്, അതുപോലും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സിസ്റ്ററായ നയൻതാരയുടെ ക്യാരക്ടറിന് ഒരു ഇത്തിരി എവിടെയോ ഒരു ഷെയ്ഡ്. അതാണ് ഇതിനെ അനുകൂലിക്കുന്നവർ, ഗീതു മോഹൻദാസിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ സിനിമയിൽ ഒരു കഥാപാത്രത്തിന്റെ ഏറ്റവും ഇരുണ്ടൊരു കാലഘട്ടത്തെ അവതരിപ്പിക്കുന്നു.
അതിൽ വയലൻസും ഒരു ഈ രീതിയിലുള്ള ഒരു സെക്ഷലൈസേഷനും ഒക്കെ കടന്നു വരാം. പക്ഷെ അതൊരു സംവിധായകയുടെ സ്ത്രീവിരുദ്ധ നിലപാടായി എങ്ങനെ വിമർശിക്കാൻ കഴിയുമെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് പുറത്തു വന്ന് പറയാൻ പാടില്ലായിരുന്നു കസബയുടെ സമയത്ത്. അവര് പാർവതിയോട് ഇരുന്ന് സെയ്ഡ് എന്ന് പറഞ്ഞ് പറയിപ്പിച്ചത് എന്താ? അപ്പൊ അന്ന് ആ സിനിമ എടുത്ത നിതിൻ രഞ്ജി പണിക്കർ, അദ്ദേഹത്തിന്റെ പേര് അതാണ് തോന്നുന്നു, ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിലല്ലേ അദ്ദേഹം പടം എടുക്കുന്നത്. അദ്ദേഹം എഴുതിയ റൈറ്റിംഗ് അല്ലേ. അപ്പൊ അദ്ദേഹം ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിന് ആ പടം അങ്ങനെയാണ് തോന്നിയ സമയത്ത് അതിലെ കഥാപാത്രം, മമ്മൂക്ക ചെയ്ത കഥാപാത്രം പറഞ്ഞ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് ഇവരിത് പുറത്തെടുത്ത് കാണിച്ചല്ലോ. അപ്പൊ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കുമ്പോ ഇവർക്ക് അന്ന് ആ വ്യക്തിക്ക് ഇതേപോലത്തെ ഒരു റിലാക്സേഷൻ കൊടുക്കാൻ തോന്നിയില്ലേ? സ്വന്തം സിനിമ വരുന്ന സമയത്ത് ആ ആശയങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ലേ? സ്ത്രീ ഡയറക്ടർ എന്ന് പറഞ്ഞ് ഇവര് വന്നിരുന്ന് ഫീമെയിൽ ഗേസിലൂടെ ഒരു പടം പറയുന്നു എന്ന് പറയുമ്പോ, ഗീതു മോഹൻദാസ് തന്നെ നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ ഗീതു മോഹൻദാസ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, തൻ്റെ രാഷ്ട്രീയത്തെയൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു തൻ്റെ നിലപാടിനെ കുറിച്ച് വ്യക്തമായി തന്നെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണെന്ന്. അതായത് ഈ സിനിമ എടുത്തപ്പോൾ ഇതിന് ശേഷം എന്തായാലും ഈ ഒരു കപടമുഖം, ഗീതു മോഹൻദാസിന്റെ കപടമുഖം അഴിഞ്ഞു വീഴുകയാണോ? സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇന്ത്യൻ ഫിലിം ഈ വേൾഡിൽ ഇന്ത്യൻ മൂവിയിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടം എടുത്തൊരു ഫീമെയിൽ ഡയറക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കാരണം അവർ കോംപ്രമൈസ് ചെയ്തു. എനിക്ക് തോന്നുന്നത് അതാണ്. അവർ പല സ്ഥലങ്ങളും, കാരണം ഈ പടം കുറെ വട്ടം റീഷൂട്ട് ചെയ്തു എന്ന് പറയുന്നു, ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി എന്ന് പറയുന്നു, ഈ പടം പലവട്ടം ഇതിന്റെ റിലീസ് മാറ്റി വെക്കുന്നു, ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എടുത്തതെന്ന് പറയുന്നു. ആൻഡ് ഈവൻ അവര് തന്നെ റീസെന്റ് ഞാനൊരു അവരുടെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് കണ്ടു. അവർ ഷൂട്ട് തുടങ്ങുന്നതോ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നതോ അവസാനിക്കുന്നതോ ഒരു സ്ക്രിപ്റ്റിന്റെ മുകളിലല്ല എന്ന് അവർ വിളിച്ചു പറയുന്നു. സോ അവർക്ക് ബേസിക്കലി ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ യഷിനെ പോലെ ഒരു ജൈജാന്റിക് ഫിഗറിനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ ഒരു ഗാങ്സ്റ്റർ പടം എടുത്തിട്ട് അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണലി ഫെയിം ആവാൻ വേണ്ടി അവരുടെ ആശയം മാറ്റി വെച്ച് കളിച്ചു. അതിനുപരി എനിക്കിതൊന്നും തോന്നുന്നില്ല അവർ ചെയ്തതിൽ. അവർ ഒരു നേരം പോലും, ഇപ്പൊ ഇതിൽ തബാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്, ആ സോങ് പിക്ചറൈസ് ചെയ്തത് അത് ഗീതു മോഹൻദാസ് അത് എങ്ങനെ പിക്ചറൈസ് ചെയ്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് വേറെ ആര് പിക്ചറൈസ് ചെയ്താലും ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. പക്ഷെ ഗീതു മോഹൻദാസ് ഇത്രയും ആശയം പറയുന്ന ഒരാള്, അതിൽ ആ സിനിമയ്ക്കകത്ത് തന്നെ കിയാര ചെയ്ത ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് തബാഹി എന്ന് പറഞ്ഞ സോങ്ങിന്റെ ഓരോ പോർഷൻസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. സോങ് ഓൾറെഡി ഔട്ടാണ്, അതിന്റെ വീഡിയോസ് പുറത്തുണ്ട്. ഇത് ഏത് ആശയത്തിന് മുകളിൽ അവരെടുത്തു? അത് ഒബ്ജക്ടിഫിക്കേഷൻ അല്ലേ? അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഡെപ്തിനനുസരിച്ചുള്ള ഒരു പാട്ടോ അതിന്റെ വിഷ്വലൈസേഷനോ ആണോ ആ വെച്ചത്? അപ്പൊ അത് യഷിന്റെ ഐഡിയ ആയിരുന്നോ? ഇത് യഷ് ഗോസ്റ്റ് ഡിറക്ഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് യഷിൻ്റെതായിട്ടുള്ള ഒരു ഫിഗറാണ്. അത് അനിമൽ സിനിമ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞൊരു നടൻ, അത് ഇൻഡസ്ട്രി മൊത്തം ഇത് കുറെ ഗോസിപ്സ് വന്നതാണ്. അപ്പൊ ഈ ഒരു കോംപ്രമൈസിന് ഗീതു മോഹൻദാസ് എന്തിനു നിന്നു കൊടുത്തു എന്നുള്ള ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം പറയേണ്ടത്. അവിടെയാണ് ഈ പറഞ്ഞ ആശയം ഗീതു മോഹൻദാസിന്റെ മാറിപ്പോയി എന്ന് പറഞ്ഞത്. തീർച്ചയായും അവരുടെ ശബരീഷ് അതിന് മറുപടി വേണ്ടതല്ലേ? ഗീതു മോഹൻദാസ് ഇതുവരെയും ഈ വിമർശനങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല WCCയുടെ പ്രതിനിധികളോട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതികരണം ആരാഞ്ഞു, ചർച്ചയിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ ആരും സിനിമ കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ന്യായവാദങ്ങളാണ് ഉയർത്തിയത്. ഇതൊരു പക്ഷേ ഗീതു മോഹൻദാസ് അല്ല, ഒരു പുരുഷ സംവിധായകനായിരുന്നു ഈ ചിത്രം ചെയ്തതെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആക്രമണത്തിന് ഇരയാകുമായിരുന്നു. മാത്രമല്ല ഇത് ഗീതു മോഹൻദാസും WCC പ്രതിനിധികൾ ഇപ്പോൾ പ്രതിരോധത്തിലായൊരു സാഹചര്യമുണ്ടോ? ശ്രീ സായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ മുൻകാല അക്രമങ്ങൾ ആണ് വളരെ തീക്ഷ്ണമായിട്ട് തന്നെ പല സിനിമയിൽ നിന്ന് അടർത്തിയെടുത്ത് വിമർശിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ വിമർശനങ്ങളും ഇത്തരമൊരു ചർച്ചയും തന്നെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അതിനെക്കുറിച്ച് അവരെന്തെങ്കിലും ഇപ്പോ അത് മറ്റൊരു ഫിലിം മേക്കറോട് ചോദിച്ച ചോദ്യങ്ങൾ സ്വയം കേൾക്കേണ്ടി വരുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കുന്നതും ന്യായമല്ല. എത്രയും പെട്ടെന്ന് അതിനനുസരിച്ച് പ്രതികരിക്കുകയും പിന്നെ മറ്റു സംഘടനകളെ പ്രതികരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും മിനിമം അവർക്ക് അത് പ്രതികരിക്കാവുന്നതേ ഉള്ളൂ, എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തില് ഞാനത് മോഹൻദാസ് അല്ല സംസാരിക്കുന്നത്, ഞാനാണ് സംസാരിക്കുന്നത്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണോ അവര് ഒരുപക്ഷെ അപക്വമായിട്ടുള്ള ഒരു രീതിയിൽ അവർ മുൻപ് നടത്തിയിട്ടുള്ള വിമർശനങ്ങളായിരിക്കാം ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്ക് നിദാനം.
പക്ഷെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഈ സിനിമയെ കാണുമ്പോൾ നേരത്തെ അവതാരകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ അത് ഒരു ക്യാരക്ടറിന്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തെ കാണിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ നേരത്തെ ചോദിച്ച ചോദ്യം, ഇത് പുരുഷന്മാരായിരുന്നു ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. ഞാൻ അത്തരം ഒരു ചോദ്യത്തിനോട് ഞാൻ കാണുക അതിലൊരു പുതുമയില്ല. അത് ധാരാളം ഇവിടെ നടക്കുന്ന ചർച്ചകളാണ്. അതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോലും ഒന്നും കാണില്ല. അത് സ്വാഭാവികമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് തോന്നുന്നത്. ഇപ്പൊ ഫീമെയിൽ ഗെയ്സ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഇപ്പൊ മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത് എന്തായാലും പക്ഷേ നമുക്കറിയാം ഈ ഒരു സിനിമ ഇത് പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഒരു ഗീതു മോഹൻദാസിൻ്റെ സിനിമയോട്, ടോക്സിക് എന്ന സിനിമയോടുള്ള ഒരു വിമർശനമായിട്ടാണോ കാണേണ്ടത്, അതോ ഗീതു മോഹൻദാസിൻ്റെ നിലപാടിന് അതിനെതിരെയുള്ള ഒരു വിമർശനമായിട്ടാണോ കാണേണ്ടത്? രണ്ടിലും ന്യായമുണ്ട്. കാരണം ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ സിനിമ ചെയ്യുന്ന ഒരു ഈ ഫീൽഡിലേക്ക് ഒരുപക്ഷെ ഇത്രയും ആളുകൾ റിവ്യൂ ചെയ്യില്ല. അപ്പൊ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കണമെന്നാണ് വിമർശകർ പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ അതാണ് പറഞ്ഞത്, അവര് തന്നെ അതിനനുസരിച്ച് മറുപടി പറയും. പക്ഷെ ഇതുപോലെ ഈ സായി പോലെ വേറൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ സിനിമയെ മാത്രമാണ് കാണുന്നത്. അവരെന്ത് പറഞ്ഞെന്നുള്ള കാര്യത്തിൽ ഞാൻ അതും ഇതുമായി ചേർത്ത് വെച്ച് വായിക്കാൻ തൽക്കാലം എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ സിനിമയായിട്ട് കണ്ടു. എനിക്ക് ഇത്തരം എത്ര പ്രശ്നങ്ങൾ അനുസരിച്ച് തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, പൊളിറ്റിക്കലായിട്ട് അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോ ഇതടക്കമുള്ള ധാരാളം സിനിമകൾക്ക് അത്തരം റീഡിങ് ആവശ്യമാണ്. പ്രേക്ഷകർക്ക് ഹരികൃഷ്ണൻ, നമുക്കറിയാം ഈ സമീപകാലത്ത് ഇത്തരം വയലൻസ്, ഈ ടോക്സിക് എന്ന സിനിമയിൽ അതിഭീകരമായ വയലൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരിയുമായി ഞാൻ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അതാണ്. പല സിനിമകൾക്കും എ സർട്ടിഫിക്കറ്റ് നൽകിക്കഴിഞ്ഞാൽ ഇത്രയധികം വയലൻസ് പിന്നെ കാണിക്കാൻ കഴിയും എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് കുടുംബവുമായി, അതായത് കുട്ടികളും ഒന്നിച്ച് ഒരു സിനിമ കാണാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും മലയാള സിനിമയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഈ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. എന്നാൽ മാത്രം, അതായത് വയലൻസും അതോടൊപ്പം ഈ സ്ത്രീ വിരുദ്ധതയും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീയെ ഒരു കച്ചവട വസ്തുവാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ദൃശ്യങ്ങൾ അതൊക്കെ കാണിച്ചാൽ മാത്രമേ ഈ സിനിമകൾ വിറ്റ് പോകൂ എന്നൊരു ധാരണയാണോ ഇപ്പോഴത്തെ ചലച്ചിത്ര പ്രവർത്തകർക്ക്? ടോം, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ പല സംവിധായകർക്കും ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ജൈജാൻറ്റിക് സക്സസിലേക്ക് തിയേറ്ററുകളിലേക്ക് വരണമെങ്കിൽ, തിയേറ്ററുകളിൽ ആ ഓഡിയൻസ് വരണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു മാസ് സിനിമ വരിക എന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ ഒരു കോമഡി പടം, ഇപ്പോൾ ബെല്ലയും കുടുംബയും ഉണ്ടൊക്കെ നമുക്ക് മുന്നിലുള്ള ഉദാഹരണമാണ്. അത് കൂട്ടായി ചിരിക്കുക, അതൊരു വലിയ കിക്കാണ്. അത് തിയേറ്ററിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഹൈ അത് വേറെയാണ്. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല കഷ്ടപ്പാടുമുണ്ട്. ഈ മാസ് സിനിമകളെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിലായിട്ട് ഞാൻ വിലയിരുത്തുന്നത് കോമഡി സിനിമകൾ ഉണ്ടാക്കാനാണ്, എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ. ഈ മാസ് സിനിമകളിലേക്ക് വരുമ്പോഴേക്കും ഈ ഐറ്റം സോങ്സോ അല്ലെങ്കിൽ ഇതുപോലെ ബ്ലഡ് ഷെഡ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ സെക്സ്, വയലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിലും ഈ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സിനിമകൾ തന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ മാർക്കുമുണ്ട്, ഇനി വരാൻ പോകുന്ന ഒരു നാനി ചിത്രമുണ്ട്. നമുക്ക് ഇതുപോലെ പല വയലൻസ് പറഞ്ഞ സിനിമകളും കാണാൻ സാധിക്കുന്നത്. അത് ആസ്വദിക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ പറയുന്നത് വയലൻസ് ആ രീതിയിൽ ആസ്വദിക്കുന്ന ആളുകൾ. പക്ഷേ ഈ കുടുംബം ആയിട്ടുള്ള ഇറങ്ങുന്ന സിനിമകളിൽ അതൊരു വേറെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു മേജർ ഇഷ്യൂവും ടോപ്പിക്കുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ രീതിയിൽ സിനിമ എങ്ങനെ വരും, അല്ലെങ്കിൽ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ കുടുംബ ഓഡിയൻസിന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള സിനിമകളാണോ വരുന്നത് ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് ഭയങ്കരമായി ഡിസ്കസബിൾ ആണ്. ഇപ്പം ഇവിടെ ശബരീഷ് പറഞ്ഞൊരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിലപാട് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, കഥയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഗീതു മോഹൻദാസിൻ്റെ നിലപാട് ഇതിൽ കൂട്ടിയോജിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സിനിമയായിട്ട് കണ്ടാൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. ഇത് ഗീതു മോഹൻദാസിൻ്റെ സിനിമയാണ് എന്നുള്ളത് കൊണ്ട് വിമർശനങ്ങൾ വരുന്നു എന്നുള്ളത് ശക്തമാണ്. പക്ഷേ അല്ലാതെ ഇതൊരു സിനിമയായിട്ട് കാണുമ്പോൾ പോലും ഇത് 3 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഞാൻ ഗീതു മോഹൻദാസ് ആസ്പെക്റ്റേ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ പല ആളുകളും ഈ സിനിമയിലേക്ക് വരുന്നു.
ഈ നായകൻ അടി ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, വയലൻസ് നടത്തുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെന്ന് പ്രേക്ഷകന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതായത് ഇയാൾക്കുമായിട്ട് ഈ നായകൻ എന്താണ് ബന്ധം, എന്തിനാണ് ഈ അടി ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഈ വയലൻസ്, ഇപ്പോൾ ഈ ഉണ്ടാക്കിയ സീൻ്റെ ആവശ്യം എന്താണ് അറിയില്ല. ഈ സിനിമയിലേക്ക് ഇന്നാവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റോളം സമയമെടുക്കും ഇതിൻ്റെ കഥയിലേക്ക് ഇന്നാവാൻ, ഇതൊന്ന് ഇമോഷണൽ കണക്റ്റായിട്ട് കൊണ്ടുവരാൻ. ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് രാവിലെ 6 മണിക്കുള്ള ഷോ ആണ്. അവിടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഷോ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. അവർ ആ ഹൈപ്പിൽ വന്നാണ് സിനിമ കാണുന്നത്. സത്യം പറഞ്ഞാൽ അവരെ ഉറക്കുന്ന രീതിയിലേക്ക് ഈ സിനിമ മാറുന്നത് സിനിമയോടുള്ള വിരോധം കൊണ്ടോ ഗീതു മോഹൻദാസ് എന്ന സംവിധായകൻ എടുത്തുകൊണ്ടൊന്നുമല്ല. ആണെങ്കിൽ അവർ 6 മണിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവരിത് വന്നത് ഇത് അവർക്ക് ആഘോഷമാക്കുന്നുണ്ട്, സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ നായകൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിലോ ഞാൻ ഈ പറഞ്ഞ പോലെ, കാരണം ഇത് അത്രയും ഒബ്സീൻ രംഗങ്ങളുണ്ട് ഇതിനകത്ത്, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന രംഗങ്ങളൊന്നും അല്ല ഇതിനകത്ത് നായകൻ്റെ ഇൻട്രൊഡക്ഷൻ സീന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്രയും നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ നമുക്ക് ഒരു കിക്ക് തോന്നും. അങ്ങനെ ഒന്നും തോന്നാതെ പിന്നീട് കാണുന്നത് ഈ സിനിമയെ പറ്റി കമൻ്റ് അടിക്കുന്ന ആളുകളാണ്. അതായത് തിയേറ്ററിനുള്ളിൽ 4 ദിക്കിൽ നിന്നും കമൻ്റ് അടിക്കുന്ന ആളുകൾ. കാരണം അവർക്ക് എൻ്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് സിനിമയിൽ നിന്നും ഒട്ടും കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് മാറി നിന്നുകൊണ്ട് കമൻ്റ് അടിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊരു ഈ ഒരു സിനിമ ഗീതു മോഹൻദാസ് എടുത്തത് കൊണ്ട് അല്ലാത്ത പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. നമ്മളിത് ഇന്നാവുന്നില്ല. ഈ രായൻ എന്ന കഥാപാത്രം ഇപ്പോൾ സായി പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലേ ബോയ് ക്യാരക്ടർ, അതിനകത്ത് 2 രീതിയിലാണ് പോകുന്നത്. ഈ രായൻ എന്ന വ്യക്തിയും രായൻ എന്ന ഗാങ്സ്റ്ററും. ഇത് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഈ ഗാങ്സ്റ്റർ പാർട്ടാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ ഗാങ്സ്റ്റർ പാർട്ടായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തലങ്ങും വിലങ്ങും ആളുകൾ വെടിവെച്ച് കൊല്ലുക, തലങ്ങും വിലങ്ങും കൊല്ലുക, ആരെ കിട്ടിയാലും അല്ലെങ്കിൽ ഏത് പെണ്ണിനെ കണ്ടാലും തനിക്ക് തൻ്റെ ലൈംഗിക വൃത്തി കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഉപകരണമാക്കി മാറ്റുക. ഇതൊക്കെ ഇങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. അത് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് പോർട്രേ ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ സഹോദരി പറയുകയാണ് തനിക്ക് അങ്ങനെയല്ല, തന്നോട് ഇങ്ങനെയല്ല, പ്രണയമാണോ കാമമാണോ എന്ന് ചോദിച്ചില്ല, അത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ഇത് പറയുമ്പോൾ വേറൊരു സ്ത്രീക്ക് കിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഗ്ലോറിഫിക്കേഷൻ മൊമെൻറ്റാണ് ഞാൻ പറയുന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് ഇതാരാണ് ഇത് എടുത്തത് എന്നുള്ള ചോദ്യം വരുന്നത്. അവിടെയാണ് ഗീതു മോഹൻദാസ് എന്ന പേര് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആവില്ലേ? ഇതൊരു സാധാരണ സിനിമയായിട്ട് വരുമ്പോൾ പോലും അപ്പോഴാണ് അതാണ് സായി, ഇത് ഗീതു മോഹൻദാസ് എടുത്തത് കൊണ്ടാണോ ടോക്സിക് എന്ന സിനിമ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്? കാരണം നമുക്കറിയാം, ഒരു മലയാളി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വാല്യൂസ് ഉള്ളവരാണ്, കുറച്ച് മൂല്യങ്ങളുള്ളവരാണ്. അങ്ങനെ ഒരു മൂല്യമുള്ള ഒരു മലയാളി ഈ ചിത്രം എടുത്തുന്നു. മാത്രമല്ല ഗീതു മോഹൻദാസ് മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ഇതൊക്കെ കാരണമാണോ ഈ ടോക്സിക്കിനെതിരെ നിങ്ങൾ ഉൾപ്പെടെ, സായി ഉൾപ്പെടെ പല സംവിധായകരും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്? അതിന്റെ കാരണം അതാണോ? ഒരു പരിധി വരെ കാരണം അത് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഈ സിനിമയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഇല്ല. ഈ സിനിമ ഇറങ്ങുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ ഫീമെയിൽ ഗെയ്സിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരതൊന്ന് എസ്കേപ്പ് ചെയ്ത് പോവുമായിരുന്നു. നിങ്ങൾ ഈ സിനിമയുടെ പ്രൊമോഷൻ തന്നെ എടുത്തു നോക്കുക. ഇത്രയും ഫീമെയിൽ ഗെയ്സിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു എന്താ പറയുക ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾക്ക് എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി പ്രൊമോഷൻ ഫേസിൽ പോലും ഒരു നായികനെ ഉപയോഗിച്ച് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഈ പടത്തിന് പ്രൊമോഷൻ കൊണ്ടുപോയത് മൊത്തം ഒരു യഷിന്റെ തലയിൽ വെച്ചിട്ടാണ്. ഈവൻ ഐ തിങ്ക് നയൻതാരേന്റെ ഒറ്റ പ്രൊമോഷൻ സാധനം പോലും പുറത്ത് വന്നിട്ടില്ല. സോ അങ്ങനത്തെ ഒരു പ്രൊമോഷൻ ടാക്ടിക്സിലെ അവർ സ്ത്രീകളെ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ സിനിമയ്ക്ക് സിനിമേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. സ്ക്രിപ്റ്റിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഇതിന്റെ സ്ക്രീൻ പ്ലേന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മളെ ഒരുമാതിരി റബ്ബർ ബാൻഡ് പോലെ വലിച്ചടിപ്പിച്ച് ബോറടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ ഒരു സിനിമ കാണാനുള്ള ഒരു ഏറ്റവും കൂടുതൽ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഈ സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളുടെ സിനിമയിലെ മൂല്യങ്ങളെ കുറിച്ചും അവരുടെ നീഡുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു എന്താ പറയാ ആ ഒരു പ്രോഗ്രസീവ് ഫേസിൽ ഇരിക്കുന്ന ഒരു ഗീതു മോഹൻദാസിനെ പോലെ ഇത്രയും സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയിലൂടെ അവർ എന്ത് ആശയം പുറത്തു കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കണ്ടില്ല. ഇനി അത് കണ്ടില്ല, ഇനിയിപ്പോ അവർ അങ്ങനെ തന്നെ എടുത്തു ഈ സിനിമ ആ രീതിയിൽ എടുത്താൽ ഞാൻ പറയുള്ളൂ ഇതിനൊരു കറക്റ്റ് ഫീമെയിൽ കേസിലാണ് ഈ പടം പോയത്. ഏതെങ്കിലും ഈ ഇത്രയും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, ആ കഥാപാത്രത്തിൽ ഏതെങ്കിലും ഒരാളെ ഡോമിനേറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് രായൻ എന്ന് പറഞ്ഞ യാഷ് ചെയ്ത ക്യാരക്ടറിനെ കുറച്ചൊന്ന് സപ്രസ് ചെയ്ത് കൊണ്ടുപോയാൽ അടക്കം അവർക്ക് ഇത്ര വിമർശനം കേൾക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. വാട്ട് ഐ ഫെൽറ്റ്, ബിക്കോസ് രായന്റെ സിസ്റ്ററിന്റെ ക്യാരക്ടർ ചെയ്ത നയൻതാരയാണ്. നയൻതാരയുടെ ക്യാരക്ടറിന് ഡെഫിനറ്റ്ലി ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട് അതിനകത്ത്, ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. ആ ക്യാരക്ടറിൽ ഇരുന്നു കൊണ്ടും അവർക്ക് രായന്റെ കഥ പറയാമായിരുന്നു. അതാണ് ഗീതു മോഹൻദാസ് ഉദ്ദേശിച്ച ഫീമെയിൽ ഗേൾസ് എന്ന് പറഞ്ഞ ആ ഒരു പൊളിറ്റിക്സ്. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തില്ല ഇതിനകത്ത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ഇപ്പൊ വരുന്ന ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഓബിയസ്ലി പടത്തിന് കുറെ മെറിറ്റ്സ് ഇല്ല. അത് പോട്ടെ, അതൊരു സിനിമ എന്നുള്ള രീതിക്ക് മേ ബി എടുത്തു വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ബട്ട് അറ്റ്ലീസ്റ്റ് റൈറ്റിംഗ് സൈഡ് എവിടെയാ അത് നോക്കണ്ടേ? ഗീതു മോഹൻദാസ് എഴുതി തന്നെയല്ലേ കാണിക്കുന്നേ. അപ്പൊ അങ്ങനത്തെ റൈറ്റിംഗ് സൈഡിലാണെങ്കിൽ പോലും
ഇവര് ഒരു ഇമ്പോർട്ടൻസ് ഇതിനകത്തുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിനും വെക്കാതെ എല്ലാ ഫീമെയിൽ ക്യാരക്ടറിനെയും ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ ടിഷ്യൂ പേപ്പർ എന്നുള്ള അതാണ് സായി രീതിയിൽ ഇതിന്റെ കഥ ഈ പ്രേക്ഷകർക്ക് കണക്ട് ആവാത്ത രീതിയിൽ ആയതിന്റെ ഒരു കാരണം എന്തായിരിക്കും? മാത്രമല്ല ഇത്ര അതിന് അധികം വലിയ കണക്ട് ആവാൻ ബഡ്ജറ്റ് കഥയില്ല. ചിത്രം, ഇത്ര അധികം പണം മുടക്കി ഇതുപോലുള്ളൊരു സിനിമ, അതല്ല ഇതിനകത്ത് കണക്ട് ആവാൻ ഒരു കഥയുടെ ക്ലാരിറ്റി ഇത് എഴുതിയ ആൾക്ക് വേണ്ടി. ഇതുപോലൊരു സിനിമ അവിടെയാണ് എന്റെ ഇറക്കേണ്ട ചോദ്യം കാര്യമുണ്ടോ വരുന്നത്. എന്നതാണ് മറ്റൊരു ചോദ്യം. യെസ്, അതാ ഞാൻ ഡെഫിനറ്റ്ലി ചോദിക്കുന്നത്. കഥയുടെ സൈഡിൽ യഷിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടോ? സജഷൻസ്, ഇത് വലിയൊരു ടേമാണ് സജഷൻസ്. ഈ സജഷൻസ് എന്നുള്ളതിലുപരി യഷിന്റെ ഭാഗത്തു നിന്ന് ഇതിന് വേറെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് പോയിട്ടുണ്ടോ? കാരണം ഗീതു മോഹൻദാസിന്റെ എഴുത്തിൽ ഇങ്ങനെയാവണം ആ സിനിമ എന്ന് എനിക്ക് തോന്നുന്നില്ല ഡെഫിനറ്റ്ലി. കാരണം അതിലുള്ള കുറെ ബോൾഡ് സീൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് ഗീതു മോഹൻദാസ് എഴുതി വെച്ചതാണെന്നുള്ളത്. അവിടെയാണ് എന്റെ സംശയം. ഇത് ഡയറക്റ്റ് ചെയ്തതും ഇത് എഴുതിയതൊക്കെ ഗീതു മോഹൻദാസ് ഒറ്റയ്ക്കാണോ, അതോ ഗീതു മോഹൻദാസിന് ജസ്റ്റ് ഒരു സിനിമ ചെയ്യണം ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയ നടനി ഒരു ഫുൾ സ്റ്റാർ കാസ്റ്റ് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ ഡയറക്ട് ചെയ്ത ലേഡി സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്നുള്ള ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തു എന്നുള്ള രീതിക്ക് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. മൂത്തോ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. അതൊരിക്കലും നിവിൻ പോളിനെ സൈഡാക്കിയ മൂവിയല്ല. നിവിൻ പോളിന്റെ ആസ് ആൻ ആക്ടർ ആയുള്ള പൊട്ടൻഷ്യൽ പുറത്ത് കാണിച്ചൊരു പടമാണ്. അങ്ങനത്തെ ഒരു പടം എടുത്തു വെച്ചൊരു വ്യക്തി ഇവിടെ വന്നിട്ട് യഷിനെ വെച്ചിട്ട് ഇപ്പൊ ഒരു ഭയങ്കര ഇതിൽ പറയാൻ ഉദ്ദേശിച്ചൊരു കഥ ഉണ്ട്. ഗീതു മോഹൻദാസ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കഥ നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക, ഇത്രയും 500 കോടി മുടക്കി എടുക്കേണ്ട ഒരു കഥയായിട്ട് നമുക്ക് തോന്നുന്നില്ല പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്. ഒരു 10-15 കോടിക്ക് ഏതെങ്കിലും ഒരു ഒരു ആവറേജ് നടനെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു അത്രത്തോളമുള്ള കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ട് ഇവരിന് ഇത്ര മാസീവ് ബിൽഡപ്പ് കൊടുത്ത് ഇത്രയും വലിയ സെറ്റപ്പ് ആക്കി അവർ ഈ കഥ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ പൊളിറ്റിക്സിനോടെങ്കിലും ഒരു ഇത്തിരി എന്താ പറയാ ഒരു കൂറ് പാലിക്കേണ്ടിയിരുന്നു. അതും ചെയ്യാതെ ഇത്രയും വലിയൊരു സിനിമ എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഇവർക്ക് ക്രിറ്റിസിസം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അവർ സംസാരിച്ച അവരുടെ പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് ഇതിൽ റിഫ്ലക്ട് ആയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഘടകമായിട്ട് എനിക്ക് കാണുന്നത്. തീർച്ചയായും അതാണ് ശ്രീ ശബരീഷ്. ഈ സിനിമയുടെ കഥ അതെന്താണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല, സിനിമ കണ്ടവർക്ക് പോലും മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഒരു കലാകാരിയെ സംബന്ധിച്ച് സമൂഹത്തോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളില്ലേ? പ്രത്യേകിച്ചും ഇതുപോലുള്ളൊരു സിനിമ എടുക്കുമ്പോൾ. യഷിന് കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി യഷ് കൊച്ചിയിലെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടമായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നും യഷിനെ കാണാൻ വേണ്ടി നിരവധി യുവാക്കൾ, കുട്ടികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്രയധികം ഇയാള് പുതിയ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ മൂല്യങ്ങൾ വേണമെന്നതാണ് മറ്റൊരു കാര്യം. കുറച്ചൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഗീതു മോഹൻദാസിനെ പോലെയുള്ള ഒരു കലാകാരിക്ക് വേണ്ടതല്ലേ ശ്രീ ശബരീഷ്? ഇത് നേരത്തെ ഈ മൂല്യം എന്നുള്ള വാക്ക് നേരത്തെ തന്നെ ചർച്ച ചെയ്തു. അപ്പൊ ഇത് മൂല്യം അതൊക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ചർച്ചകൾ വേണ്ടുന്ന കാര്യമാണ്. എന്ത് മൂല്യം, ഏതൊക്കെ മൂല്യങ്ങൾ നിലനിർത്തണം, ഏതെല്ലാം കളയണം, അതുപോലെ തന്നെ എന്തായിരിക്കണം മൂല്യത്തിന്റെ മാനദണ്ഡം. അത് മൂല്യം കുറച്ച് വിഷമം പിടിച്ചൊരു വാക്കാണ്, സങ്കല്പവുമാണ്. അപ്പൊ മൂല്യം നിലനിർത്തുക നമുക്ക് ഒരു ചർച്ചയിൽ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. അത് കുറച്ചുകൂടിയും അതിനകത്ത് ചരിത്രവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്തൊരു സന്ദേശം നൽകുക, ഞാൻ പറയാൻ തുടങ്ങിയൊരു കാര്യം മറ്റൊന്നാണ്. ഒരു പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഗീതു മോഹൻദാസ് വേണ്ടി സംസാരിക്കുകയല്ല, ഞാൻ എന്റെ അഭിപ്രായം പറയുക മാത്രമാണ്. അപ്പൊ ഈ ഒരു വിഷയത്തില് അവര് തന്നെ മുൻപ് എടുത്തിട്ടുള്ള നിലപാടുകളുടെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോ അവരെ വിമർശിക്കുന്ന ആളുകൾ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചർച്ചയിൽ അവരില്ലാതെ ഇതിന്റെ മുഴുവനാവുകയില്ല. കാരണം അവരെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. ഇനി വേറൊരു കാര്യം, ഒരാൾ ഇതുപോലെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, ഇപ്പൊ ആ താരമൂല്യത്തെ കുറിച്ചൊക്കെ സായി അടക്കമുള്ള ആളുകൾ പറഞ്ഞു. അപ്പൊ അത്തരം വലിയ ഒരു സിനിമയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഒരു സ്ത്രീ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അവര് തന്നെ പറയേണ്ടതാണ്. അതുകൊണ്ട്
അവര് മുൻപ് പറഞ്ഞ വിമർശനങ്ങൾ റദ്ദാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയല്ല. ഈ സിനിമയായി മാത്രം കണ്ടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് തോന്നുന്നത് അത്രമാത്രമാണ്. അത് അവര് ഈ സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ബിൽഡപ്പ് കൊടുത്തു. അത് പിന്നെ ഗെയ്സിന്റെ കാര്യത്തിൽ ഇപ്പം പിന്നെ 3 തരത്തിലുള്ള തുറിച്ചു നോട്ടം ഉണ്ടെന്നൊക്കെ നമ്മള് പഠിച്ചിട്ടുണ്ട്, നിരൂപണത്തിൽ അങ്ങനെ പറയുമല്ലോ. ആ രീതിയിലൊക്കെ. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, മറ്റെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മളെല്ലാം ചേർന്ന് ഇത്തരം നിരൂപണത്തിലെയും ഇത്തരം പഴയ സ്കെയിലുകൾ മാറ്റാറായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ വിമർശനം വിധു മോഹൻദാസിനും ബാധകമാണ്. കാരണം അവര് കസബയുടെ സമയത്ത് ഉന്നയിച്ചിട്ടുള്ള ശബരീഷ്, നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷേ ഇതുപോലെ ഈ വയലൻസുകൾ ഈ സിനിമയിൽ മാത്രമല്ല, ടോക്സിക്കിൽ മാത്രമല്ല, സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള പല സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അനാവശ്യമായ വയലൻസ് ഉണ്ട്. ഇത് എന്ത് എന്റർടൈൻമെന്റ് ആണ് പ്രേക്ഷകന് നൽകുന്നൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, ഞാൻ വളരെ വിനയത്തോടെ അറിയാൻ വേണ്ടി ഒരു കാര്യം കേട്ടോ. ഈ അനാവശ്യം എന്ന് പറഞ്ഞാൽ ആരാണ് അത് തീരുമാനിക്കുന്നത്? ഇത് അനാവശ്യമായ വയലൻസ് ആണോ, ആവശ്യമുള്ള വയലൻസ് ആണോ? കിംകി ഡുക്ക് കാണിക്കുമ്പോൾ ഈ വയലൻസ് ആവശ്യമുണ്ട്. വേറൊരു സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ, കൊമേഴ്സ്യൽ സിനിമയിൽ കാണിക്കുമ്പോൾ ഇത് ആവശ്യമില്ല. അങ്ങനെയൊക്കെ നമുക്കങ്ങനെ, ഞാൻ ഒരു ഇതൊരു അപവാദമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. കിംകി ഡുക്ക് വളരെ മഹാനായിട്ടുള്ള ഫിലിം മേക്കറാണ്. ഞാൻ അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തത് പോസിറ്റീവായിട്ടാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ കൊമേഴ്സ്യൽ സിനിമയിൽ രണ്ട് വയലൻസ് തന്നെയല്ലേ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എനിക്ക് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഉന്നയിക്കുന്ന ചോദ്യം. വയലൻസിൽ ചേരുവയല്ലേ? പിന്നെ അത് അനാവശ്യം. അല്ല, അത് ഞാൻ മറുപടി പറയാം. കഥയ്ക്ക് ആവശ്യമായ രീതിയിലാണെങ്കിൽ വയലൻസ് ഏത് അളവിലാണെങ്കിലും അത് കുഴപ്പമില്ല. എന്റെ മൂത്ത മകൾക്ക് കഥയ്ക്ക് ആവശ്യമല്ലാത്ത രീതിയിൽ അത് വരുമ്പോഴാണ് നമുക്കത് ചോദിച്ചതാണ്. കാരണം 3 കുട്ടികളുണ്ട് എനിക്ക്. അതായത് മൂത്ത കുട്ടിക്ക് 11 വയസ്സാകാൻ പോവാണ്. ഇതുവരെയും ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു സിനിമ പോലും എൻ്റെ മക്കളെ കാണിച്ചിട്ടില്ല. കാരണം കാണിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അത് എൻ്റെ മക്കളെ മാത്രമല്ല, ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ എങ്ങനെ ഇതുപോലുള്ള സിനിമകൾ, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകൾ കാണിക്കാൻ കഴിയും? കാരണം അത് അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഈ സിനിമാ താരങ്ങൾ എന്ന് പറയുന്നത് വലിയ താരമൂല്യമുള്ളവരാണ്. അവരെ അതിനെ ആദരിക്കുകയും ആരാധനയോട് കൂടി നോക്കിക്കാണുകയും ചെയ്യുന്നവരാണ്. ഇതുപോലുള്ള വയലൻസുകൾ, സിനിമയിലെ വയലൻസുകളടക്കം ഈ കുട്ടികളെ സ്വാധീനിക്കില്ലേ? അവർ ആ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങളും, പല അക്രമ സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ സിനിമ ഒരു പരിധിവരെയും അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ ഈ മനഃശാസ്ത്രജ്ഞരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ടോം, സിനിമ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഈ ചിത്രം സർട്ടിഫൈഡ് ആയിട്ട് പുറത്തു വന്നപ്പോൾ യശ് പറഞ്ഞൊരു കാര്യം, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയല്ല, കുട്ടികൾ ഇത് കാണരുത്, ഇത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത്. പക്ഷേ ഇത് തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ മാത്രമാണല്ലോ ഈ ഏജ് ബാരിയർ. അല്ലാതെ ഇത് OTT-യിലേക്ക് വരുമ്പോഴേക്ക് ഇത് കുട്ടികൾ കാണുന്നുണ്ടോ, ഇത് മുതിർന്നവർ മാത്രമാണോ കാണുന്നതെന്ന് ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു തടസ്സം നിൽക്കാനൊന്നും ആരുമില്ല. ഇത് കുട്ടികൾ കാണും. ഇത് ഒരു മാസത്തെ മാത്രമാണല്ലോ. അതൊരു കുട്ടികളുടെ കാര്യമല്ല, പൊതുവെ ഒരു 18 വയസ്സ് കഴിയുന്നവർക്ക് കാണാൻ കഴിയും. സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ഈ 18 ഒരു 21 വയസ്സ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ, അതായത് ക്യാരക്ടറിനെ ഗ്രൂം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായും ആ കുട്ടികളിലേക്ക്, അതായത് ഈ കൗമാരക്കാരിലേക്ക്, യുവാക്കളിലേക്കൊക്കെ ഇത് വല്ലാത്ത രീതിയിൽ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അത് വസ്തുതയല്ലേ? തീർച്ചയായും വസ്തുതയാണ്. ഒരു വയലന്റ് ജോണർ സിനിമകൾക്ക് എതിർത്തുകൊണ്ട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. വയലന്റ് സിനിമകൾ ഇവിടെ ആവശ്യമാണ്. വയലന്റ് സിനിമകളുടെ എപ്പിക് ക്ലാസിക്കുകൾ നമ്മുടെ മുന്നിലുമുണ്ട്. അതിപ്പോൾ ഹോളിവുഡ് ആയാലും ഇന്ത്യൻ സിനിമയിൽ തന്നെ ആയാലും ഉണ്ട്. പക്ഷേ അത് അനുകരിക്കരുത് എന്നുള്ള രീതിയിൽ കൊണ്ടാണല്ലോ അത് 18+ കാറ്റഗറിയിലേക്ക് മാറുന്നതും. ആ ഏജ് കാറ്റഗറിയിലുള്ളവർ അത് കൃത്യമായി അത് ബോധ്യം മനസ്സിലാക്കി ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്, അത് റിയൽ ലൈഫിൽ അനുകരിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ 18+ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നിലവിൽ നമ്മുടെ ഒരു ലോ സിസ്റ്റം പ്രകാരം അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏജ് ബാരിയർ അല്ലെങ്കിൽ ഏജ് മാറ്റണം അല്ലെങ്കിൽ ഇത് കൂട്ടണം എന്നത് സംബന്ധിച്ചോ വയലൻസ് സിനിമകളുടെ അളവ് കുറയ്ക്കണം എന്നത് സംബന്ധിച്ചുള്ള ഡിസ്കഷൻസിന് അത് സ്വാഭാവികമായിട്ടും അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ
ടോക്സിക് ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയലൻസിൻ്റെ അളവുകോല്, ഞാൻ പറയാം വയലൻസിൻ്റെ അളവുകോല് തീരുമാനിക്കുന്ന ആ സിനിമയുടെ കഥയാണ്. ആ സിനിമയുടെ കഥയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള വയലൻസ് ആണെങ്കിൽ ജനങ്ങൾ അത് തിയേറ്ററിൽ നിന്ന് കൈയടിച്ചിട്ട് അവിടെ വിട്ടിട്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങും. അതിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കില്ലായാലും മാർക്കോയാലും, ഞാൻ ഇന്ത്യൻ സിനിമകൾ മാത്രം സംസാരിക്കുക, അത് ആ രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അറിയാം. ഈ വയലൻസ് ഒരു തരത്തിലും ഇമോഷണൽ കണക്റ്റ് ആവാതെ വരുമ്പോഴാണ് പ്രശ്നം. KGF എന്താ വയലൻസ് ഇല്ലേ? KGF വയലൻസ് ആളുകൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നത്? കാരണം അത് ഇമോഷണലി കണക്റ്റാണ്, ആ കഥ ആ രീതിയിലാണ് പോർട്രേ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ വയലൻസ് ആവശ്യമാണ്. സി, ഫോർ ആൻ ആക്ഷൻ ദർ ഷുഡ് ബി എ റിയാക്ഷൻ. ഇത് ഇങ്ങനെ വന്നാൽ അത് വയലൻസിന് ആവശ്യമാണ്. അതാണെങ്കിൽ ആ ജോണറിലോട്ട് പോകും. ഇവിടെ ടോക്സിക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അനാവശ്യമായ വയലൻസ് ആണ്. അതായത് നായകന് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് അനാവശ്യമായ വയലൻസ് ക്രിയേറ്റ് ചെയ്ത് എന്തിനാണിത്? ഞാൻ ചോദിക്കുന്നത് വൈ ഈസ് ദിസ് ഹാപ്പനിങ് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ മറുപടിയില്ല. അവിടെയാണ് ഈ വയലൻസ് അരോചകമായി മാറുന്നതും തിയേറ്ററിൽ കാണുന്ന ഓഡിയൻസിന് തലവേദന ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. അല്ലാതെ ഓഡിയൻസ് കഥയിൽ ഇന്നായി കഴിഞ്ഞാൽ അതിനകത്ത് വയലൻസ് ഉണ്ടെങ്കിൽ ആളുകൾ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമേ എടുക്കുകയുള്ളൂ. അത് അതിൽ നിന്ന് മാത്രം ഊറ്റിയെടുത്തുകൊണ്ട് ആളുകൾ അത് രസിക്കും. ഇതല്ലാത്ത പക്ഷം എന്തൊക്കെയോ അവിടെ കാണിക്കുന്നു, അവിടെ വയലൻസ് ഉണ്ടാകുന്നു, അവിടെ അടി ഉണ്ടാകുന്നു, ബഹളം ഉണ്ടാകുന്നു. കാരണം എന്താണെന്ന് ഓഡിയൻസിനോട് ചോദിച്ചാൽ ഓഡിയൻസിന് അറിയില്ല. അവിടെയാണ് ഈ അരോചകം ഉണ്ടാകുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ കഥ മാത്രമല്ല കേട്ടോ. ഈ ഗീതു മോഹൻദാസ് എന്ന സംവിധായകയുടെ, ഇപ്പം സായി പറഞ്ഞ പോലെ തന്നെ ഷാഡോ ഡയറക്ടർ ആണോ നോക്കി ചോദിച്ചപ്പോൾ ഞാൻ തന്നെ സുദേവിന് ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് സുദേവ് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, യശു തന്നെയാണ് ചെയ്തെന്നുള്ളതായിരിക്കും. ഉറപ്പായിട്ട് അവരതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ. ഇനി അഥവാ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഒന്ന്, ഈ യാഷ് എന്ന നടൻ 2022 ഏപ്രിൽ 14 ഈ KGF 2 റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം 4.5 വർഷം കഴിഞ്ഞാണ് യഷിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നത്. ഒരു പാൻ ഇന്ത്യൻ അപ്പീലിലേക്ക് കന്നഡ പോലൊരു ചെറിയ ഇൻഡസ്ട്രി അക്കാലത്ത് വരുന്ന സമയത്താണ് യഷിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നതും ഇന്ത്യ ഒട്ടാകെ തന്നെ അയാൾ സെലിബ്രേറ്റഡ് ആവുന്നതും. ടോക്സിക്കിന് ഇത്രയധികം നെഗറ്റീവ് റിവ്യൂ കഴിഞ്ഞ ദിവസം വന്നിട്ടും ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കിയാൽ അതിന് അത്യാവശ്യം നല്ല ബുക്കിങ്ങുകളുണ്ട്. ഞാൻ പറയുന്നത് അത് ആ നടന് മേലുള്ള വിശ്വാസമാണ്. ആ നടൻ KGF പോലെ ഒരു ഫ്രാഞ്ചൈസ് എടുത്തതുകൊണ്ട് മാത്രമാണ് ടോക്സിക്കിന് നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. അത് അയാൾ ഉണ്ടാക്കിയെടുത്ത ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് തന്നെയാണ് ഈ സിനിമയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായിട്ട് യൂസ് ചെയ്യുന്നത്. യഷിൻ്റെ ഒരു പടം 4.5 വർഷമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് യഷ് കളഞ്ഞത്. ഈ യഷ് ആദ്യം ഇതിൽ റൈറ്റിംഗ് പൊസിഷനിലില്ല. യഷ് പിന്നീട് റൈറ്ററായി മാറി. യശ് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായി. ഈ സിനിമ പലതവണ ഡിലേ ചെയ്യപ്പെട്ടു. ഇത് ദുരന്തർ 2 റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ. ദുരന്തർ 2 പോലൊരു സിനിമ, അതിന് പ്രൊപ്പഗാൻഡ അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ, ഞാൻ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ മാത്രമാണ് സംസാരിക്കുന്നത്. മാർച്ച് 19 ദുരന്തർ 2 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമായിരുന്നു ടോക്സിക്. അന്നത് ക്ലാഷിലായിട്ട് പരാജയപ്പെട്ടെന്ന് വേണമെങ്കിലും വാദിക്കാം. ഇത് അങ്ങനെയല്ല, ഇത് സോളോ റിലീസാണ്. ഈ ചിത്രം ഇത്രയധികം ഡിലേ ആയി 2 തവണയോളം റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്നു, റീഷൂട്ട് ചെയ്യുന്ന പരിപാടികളിലേക്ക് വരുന്നു. 4 വർഷമാണ് ഈ ഒരൊറ്റ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു നായകൻ കമ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് യാഷ് ഗീതു മോഹൻദാസിൻ്റെ ചിത്രത്തിന് കമ്മിറ്റ് ചെയ്തു ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയ്ക്ക് സംവിധായകർ വേറെ ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ ഗീതു മോഹൻദാസിൻ്റെ ആ കഥ എന്തുകൊണ്ട് മാറ്റി? ഗീതു തന്നെ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഞാൻ എഴുതുന്നത് ഒന്നാണ്, ഷൂട്ട് ചെയ്യുന്നത് ഒന്നാണ്, എഡിറ്റ് ചെയ്യുന്നത് ഈ സ്ക്രിപ്റ്റുമായി. യാഷിൻ്റെ ഒരു 4 വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സായി കൃഷ്ണ, ഇവിടെ തിയേറ്റർ റെസ്പോൺസ് താങ്കൾ കണ്ടിരുന്നോ? എന്തുകൊണ്ടാണ് ആളുകൾ വളരെ നെഗറ്റീവ് കമൻ്റ് അടക്കമുണ്ട്, നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട്. അത് 1-2 ആളുകൾ മാത്രമല്ല, സായിയെ പോലെ നിരവധി ആളുകൾ നെഗറ്റീവ് റിവ്യൂ ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സിനിമ കാണരുതെന്ന് പറയുന്നത്? ഇത് കാണരുത് എന്നല്ല, കാണുന്നവർ കയറി കണ്ടോട്ടെ. ആൻഡ് നമ്മുടെ അഭിപ്രായത്തിൽ യഷ് സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക് ഉണ്ട് KGF-ൽ. ആ ഹൈപ്പിനും ആ ബെഞ്ച് മാർക്കിനും ഒരു ഭയങ്കരമായ എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷന് നമ്മൾ 4-4.5 കൊല്ലം കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയെ കുറിച്ച് കേൾക്കുന്ന ബസ്സുകൾ ഭയങ്കര ഭീകരമാണ്. ഇത്രയും വലിയ സ്കെയിലിൽ വരുന്നൊരു പടം, ആൻഡ് എഗെയിൻ എന്താ പറയുക, ഒരു മാസ് അപ്പീലിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദ എക്സ്പെക്ടേഷൻ ഈസ് അറ്റ് ദ പീക്ക്. ആ എക്സ്പെക്ടേഷൻ്റെ ഒപ്പം മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏത് പടവും വീണു പോകും. അത് ഞാനെ പടമാണെങ്കിലും കാര്യമില്ല. അപ്പൊ യഷിന്റെ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകൾ കയറുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ, ഐ എം ഡെഫിനറ്റ്ലി ഫീലിംഗ് ലൈക്ക് ഒരു 3-4 ദിവസം കൊണ്ട് ഈ പടം വീഴും. വീഴാതിരിക്കാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ പുഷ്പ 2 ഒക്കെ അടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ വണ്ടർ അടിക്കേണ്ടി വരും. അതല്ലെങ്കിൽ കേരളത്തിലെ മാർക്കറ്റിൽ വർക്കാവാതെ പോകും, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഹിറ്റ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഇതിന് ഈ നടന്റെ പ്രീവിയസ് വർക്കിന്റെ ഒരു ബെഞ്ച് മാർക്കിനനുസരിച്ച് ഈ പടം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പ്രഭാസിനും പറ്റിയത് അല്ലേ? പ്രഭാസ് ബാഹുബലി ചെയ്തത് സാഹോ ആയിരുന്നു. സാഹോ വാസ് എ ഡിസാസ്റ്റർ. സെയിം തിങ് ഹാപ്പൻഡ് ഹിയർ. അപ്പൊ അവര് ഒരേ പാറ്റേണിൽ ഒരു നടന്റെ സിനിമ വരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ ഇത് മികച്ചു നിൽക്കും. കാരണം 4-4.5 വർഷം ഒരാൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്ര എഫേർട്ട് ഇടുമ്പോൾ അത് ചുമ്മാതായിരിക്കില്ല. പിന്നെ ആ നടനായിട്ട് വന്ന ആൾ അതിന്റെ റൈറ്റിംഗിൽ കയറുന്നു, അതിന്റെ പ്രൊഡക്ഷനിൽ വരുന്നു. സോ അയാൾക്കും ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാവുമല്ലോ അയാൾ അങ്ങനെ വന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സാധനമാണ് ഇതേപോലെ വന്ന് ഗുണ്ട് പോലെ പൊട്ടിപ്പോണത്.
പിന്നെ നേരത്തെ വയലൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, വയലൻസ് എന്ന് പറഞ്ഞത് സിനിമയിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഒന്നും അല്ലല്ലോ. അപ്പൊ വയലൻസ് സിനിമയിൽ മാത്രമേ കുട്ടികൾ കാണൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കും എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ന്യൂസ് ചാനൽസ് തുടങ്ങിയാലടക്കം രാവിലെ മുതൽ കേൾക്കുന്നത് വയലന്റ് ആയിട്ടുള്ള പല ന്യൂസുകളുമാണ്. സോ ദാറ്റ് ഓൾസോ വിൽ ഇൻഫ്ലുവൻസ്. ഗെയിംസ് ഇൻഫ്ലുവൻസ് ചെയ്യും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ സിനിമ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ മാത്രം, ആ ഒരു എൻറ്റിറ്റി മാത്രം. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞ വരുന്ന സിനിമകൾ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി എ സർട്ടിഫിക്കറ്റ് കിട്ടിപ്പോവും, കുട്ടികൾ കാണാൻ പറ്റില്ല. ബട്ട് OTT വരുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതിന്റെ കട്ട്സ് കാണാം. ദാറ്റ് ഓൾ ആർ ദെയർ. എത്ര വട്ടം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും? കുട്ടികളെ ഇതൊന്നും മാറ്റി, വയലൻസ് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. വയലൻസ് ആയിട്ട് ആ ഇമോഷൻ കണക്ട് ആയാൽ മാത്രമേ ആ വയലൻസ് പിന്നെ അവർ ഓർമ്മയിൽ നിൽക്കുള്ളൂ. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ സിനിമയിലെ ഒരു വയലൻസ് ഒന്നും ഒരു മനുഷ്യന്റെ മനസ്സിൽ നിൽക്കില്ല. എന്താ പൊതു കഥ? ഒരാളങ്ങോട്ട് ഇറങ്ങിയിട്ട് 1947 ആണ് ടൈം ലൈൻ കാണിക്കുന്നത്. ഇനി അപ്പോഴാണെങ്കിൽ പോലും 10,000 ആളെയും 5,000 ആളെയും കൊന്നു കൊള്ളാൻ പറ്റൂ? ഇതിന് മാത്രമുള്ള തോക്കും കത്തിയും പോകുമ്പോൾ എവിടുന്ന് കിട്ടുന്നു? ഇത്രയും ആൾക്കാർ മരിച്ചു വീണിട്ട് അവിടെ ഒരു സിസ്റ്റം ഇല്ലേ? അങ്ങനത്തെ കുറെ ചോദ്യം. ഇനി ഇയാൾക്കൊരു വെടി കൊള്ളണമില്ല. അപ്പൊ അത് കാണുമ്പോഴേ മനസ്സിലാവും ഇത് വെറും മറ്റേ പൂക്കി വയലൻസ് ആന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. സോ വയലൻസ് ഉള്ള സിനിമകൾ വയലന്റ് ആയി. ഇപ്പൊ മാർക്കോ പോലത്തെ ഒരു സിനിമ, അല്ല വയലൻസ് എന്ന് പറയുമ്പോൾ വയലൻസ് ആണ്. കില്ല് എന്ന് പറഞ്ഞ സിനിമ വയലൻസ് ആയിട്ട് തന്നെ കാണിക്കുന്നത്. ഇത് കോമഡി ആയിരിക്കുക. വയലൻസ് എന്ന് പറഞ്ഞിട്ട് കോമഡിയാണ് കാണിക്കുന്നത്. അപ്പോ വയലന്റ് ആണ് സിനിമ, അല്ലെങ്കിൽ വയലൻസ് ഉണ്ട് സിനിമയിൽ, ഇത്രത്തോളം സീനുകൾ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ സിനിമ അത്ര വയലൻസ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വയലൻസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ സിനിമയിൽ നിന്ന് മാറ്റി വെക്കണോ എന്നുള്ളൊരു ചർച്ച ദാറ്റ്സ് മോർ ഇറലവന്റ് ഞാൻ പറയും. കാരണം ആ ഒരു പോർഷൻ കാണിക്കണ്ടേ. ഇപ്പൊ മഹാഭാരത രാമായണ സായി, ഈ ഫാൻസ് ഉണ്ടാക്കുന്ന രോഷം അത് സിനിമ മോശമായത് കൊണ്ടാണോ, അതോ ഈ സംവിധായകരുടെ പ്രശ്നം കാരണമാണോ ഇത്രയധികം വിമർശനങ്ങൾ ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്നത്? റിപ്പീറ്റ് ചെയ്യോ ചോദ്യം? ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഈ സിനിമ പ്രത്യേകിച്ചും യഷിന്റെ ഫാൻസ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ സിനിമ മോശമായതുകൊണ്ടാണോ, അതോ ഈ സംവിധായകക്കെതിരായിട്ടുള്ളൊരു രോഷമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതിയോ? സിനിമ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായക ചെയ്തു വെച്ച പണി മോശം എന്നല്ലേ? അപ്പൊ ഡെഫിനറ്റ്ലി ഫാൻസ് സംവിധായകക്കെതിരെ തിരിയുള്ളൂ. യഷിനെ പോലുള്ള ഒരു നടന്റെ കപ്പാസിറ്റി എന്താന്നുള്ളത് KGF എടുത്തിട്ട് നമുക്ക് മറ്റേ ഡയറക്ടർ കാണിച്ചു തന്നതാണ്. അപ്പൊ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടനെ കൊണ്ടുവന്ന് ഇത്രയും മാസായിട്ട് വയലന്റ് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തിട്ട് അതിനകത്ത് അയാൾ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിൽ പല സീനുകളും AJP ലെവൽ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അത് ഈവൻ മലയാളത്തിലാണെങ്കിലും ഇവരിത് ഡബ് ചെയ്ത് മലയാളത്തിൽ ഇറക്കുമ്പോഴാണെങ്കിലും അതിനൊന്നും അവരൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. ചുമ്മാ അവരുടെ ഡബിങ് അടക്കം വളരെ മോശമായിരുന്നു മലയാളമൊക്കെ. സോ ആ രീതിയിൽ ഇപ്പൊ ഒരു സീൻ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞ ആക്ടർ അല്ലല്ലോ പ്ലേസ് ചെയ്യുന്നത്, ഡയറക്ടർ അല്ലേ പ്ലേസ് ചെയ്യുന്നത്. ഇതിലെ പല സീനുകളും അതിന്റെ CG അടക്കം കാണുമ്പോൾ 500 കോടി മുടക്കിയതിന്റെ ഒരു എഫക്ട് മനസ്സിലാവണ്ടേ നമുക്ക്? അപ്പൊ അതിന്റെയൊക്കെ എൻഡ് ഓഫ് ദ ഡേ ബ്ലെയിം ആർക്ക് കിട്ടും? ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലെയിം എന്താണെങ്കിലും ഡയറക്ടർ ഏറ്റെടുത്തേ പറ്റൂ. ഇനി ഇതിന്റെ ഫാൻസ് പോയിട്ട് ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ ഗീതു മോഹൻദാസ് ഇത് കേട്ടിരിക്കേണ്ട അവസ്ഥയാണ്. കാരണം ആ രീതിയിലാണ് ഇതിനകത്ത് പല സീനുകളും എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു സാധനം കൺവേ ആവത്തില്ല. സ്പൂൺ ഫീഡ് ചെയ്താലെങ്കിലും മനസ്സിലാവുന്നു ഇതിന്റെ സ്റ്റോറി ലൈൻ. സ്പൂൺ ഫീഡ് പോലും ചെയ്തില്ല. ആ രീതിയിൽ ഇവരെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇനി ഇത് KGF 2 എഡിറ്റ് ചെയ്ത പയ്യനെ കാണാൻ മലയാളത്തിൽ മാത്രമാണോ ഈ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇതുവരെയും ഗീതു മോഹൻദാസോ WCCയോ പ്രതികരിച്ചിട്ടില്ല. അവർ പ്രതികരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സായി? ഇല്ല WCC ഒന്നും ഇതിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇതിലൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് കുറച്ച് മുമ്പ് തന്നെ ഇതിന്റെ കുറച്ച് വിഷ്വൽസ് ഇറങ്ങിയ സമയത്ത് പാർവതി എങ്ങാണ്ട് ഗീതു മോഹൻദാസിൽ അൺഫോളോ ചെയ്തു തോന്നുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനത്തെ ഒരു ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അവരൊന്നും വന്നിട്ട് ഇതിനകത്തൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് അവരുടെ അവർക്ക് ആവശ്യമില്ല ഇതിനകത്ത് സംസാരിക്കേണ്ടത്. സോ ഇത് WCCയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഗീതു മോഹൻദാസ് എന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. കാരണം മറ്റു പല വിഷയങ്ങളും ഇപ്പം സിനിമ പുരുഷ കേന്ദ്രീകൃതമാണ്, അല്ലെങ്കിൽ മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തിനെതിരെയൊക്കെ വലിയ ശബ്ദമുയർത്തിയവരല്ലേ WCC? അത് പറയേണ്ടത് ഗീതു മോഹൻദാസ് ആണല്ലോ. ആ വേദിയിൽ ഗീതു മോഹൻദാസ് ഉണ്ടല്ലോ. ഈ സിനിമ എടുത്തതും ഗീതു മോഹൻദാസ് ആണ്. ഈവൻ WCC പറയുകയാണെങ്കിൽ ഇതായിരിക്കും ഉത്തരം. ഗീതു മോഹൻദാസ് ഉത്തരം പറയട്ടെ എന്ന് പറയും. അവര് പറഞ്ഞതുമാണ്, അവർ കമ്മിറ്റ് ചെയ്തതാണ്. സിനിമ ഇറങ്ങിയതിനു ശേഷം ഡെഫിനറ്റ്ലി ഇതിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം എന്ന് പറഞ്ഞാൽ. പിന്നെ മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഈ ക്രിറ്റിസിസം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബാക്കി റിവ്യൂസും തിയേറ്റർ റെസ്പോൺസും കാണുന്ന സമയത്ത് അതിനകത്തൊന്നും ഇത്രത്തോളം എന്തില്ല, ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഇത്രത്തോളം നമുക്ക് തോന്നിയ അത്രത്തോളം ഒരു നെഗറ്റീവ് ഇതിനകത്ത് ആർക്കും തോന്നിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പലരും ഇപ്പൊ തമിഴിലും പിന്നെയും കുറച്ചൊക്കെ ആളുകൾ ഇതെന്ത് പടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് അതർ ലാംഗ്വേജ് കന്നഡയൊക്കെ പോകുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടി ഒരു വാം വെൽക്കം ആണ് ആൾക്കാർ കൊടുക്കുന്നത്. ഒരു പക്ഷേ അത് യഷ് എന്ന് പറഞ്ഞ നടൻ ഉണ്ടാക്കി വെച്ച അയാളുടെ ഇത്രയും കാലത്ത് ഒരു ഫാൻ ബേസ് ആയിരിക്കണം ആദ്യത്തെ കുറച്ച് ദിവസം കണ്ടത്.
ലേറ്റർ ഓൺ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എൻഗേജ്മെന്റ്സ് വരുമ്പോൾ ആളുകൾക്ക് ഈ കഥയുടെ ഭാഗത്തും ഇത് എടുത്തു വെച്ച രീതിയിലും തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്ത് അവർ പറയുമായിരിക്കും. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സിനിമ പറയേണ്ട പൊളിറ്റിക്സ് അത് ഗീതു മോഹൻദാസിന്റെ politics ആണെന്ന് ഞാൻ പറയുന്നില്ല. സായി നേരത്തെ ഹരികൃഷ്ണൻ ഒക്കെ സൂചിപ്പിച്ച കാര്യമുണ്ട്. സിനിമയിൽ വയലൻസ് വേണം, വയലൻസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതൊക്കെ അതുപോലെ ഇപ്പം ഒരു നായകന്റെ മാസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള വയലൻസുകളാണ്. സ്വാഭാവികം അത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് സിനിമാ പ്രവർത്തകർ മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ഈ അടുത്ത ദിവസങ്ങളിൽ തൊട്ട് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ നടന്നൊരു കൊലപാതകം നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞതാണ്. അതായത് കൗമാരക്കാർ, ഒരു 13കാരിയാണ് ആ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. കൗമാരക്കാരാണ്, അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് കൊലപാതകം നടത്തുന്നത്. അവർ പറയുന്നുണ്ട് ഒരു തമിഴ് സിനിമയാണ് അവരെ സ്വാധീനിച്ചതെന്ന്. അതായത് കൊലപാതകം നടത്തേണ്ട രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരെ സിനിമ സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികളെ പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് +1 +2 അല്ലെങ്കിൽ കോളേജ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കിടയിൽ റാഗിങ് വ്യാപകമായി വർദ്ധിക്കുന്നുണ്ട്. അതൊക്കെ ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമ ഒരു ഫാക്ടർ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പൂർണ്ണമായും സിനിമയുടെ അതിൽ ബ്ലെയിം ചെയ്യാൻ പേഴ്സണലി ഞാൻ തയ്യാറാവില്ല. സിനിമ ഒരു ഫാക്ടറായിരിക്കാം, ഉറപ്പായിട്ടും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ കുട്ടികൾ ഉൾപ്പെടെ കാണുന്നതും അവർ അത് നായകനോ നായികയോ ഇനാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ആ സ്ക്രീനിൽ വെച്ചിട്ടുള്ളത് കാണാമായിരിക്കാം. അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അത് അല്ലാതെ അതിനകത്തൊരു അങ്ങനെയാണെങ്കിൽ സിനിമ വ്യവസായം തന്നെ പൂട്ടേണ്ട അവസ്ഥയാണ്. കാരണം വയലൻസ് ഒക്കെ സ്വാഭാവികമായിട്ടും പല സിനിമകളും ഉണ്ടാവും. അത് നായകന് റിവെഞ്ച് കാണിക്കണമെങ്കിൽ ചിലപ്പോൾ വയലൻസ് ഉണ്ടാവും. അതിൻ്റെ അളവ് ചിലപ്പോൾ ഒരു വയലൻ്റ് ആക്ഷൻ പടങ്ങൾക്ക് ഡിഫറെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പ്രതികാര കഥയ്ക്ക് വേറെ രീതിയിലായിരിക്കും ഇതിൻ്റെ വയലൻസ് അളവ് പോലും ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ നമ്മൾ UAയും A സർട്ടിഫിക്കേഷനും U സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കേഷൻസ് വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു സെൻസർഷിപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് വേറെ രീതിയിലുള്ള ചർച്ചയാണ്. ഇപ്പോൾ സായി പറഞ്ഞിരുന്നു മലയാളം ഡബിങ്ങിന് മാത്രമാണ് കൂടുതൽ ഹേറ്റ് കണ്ടത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നല്ല റിസർച്ച് നടത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഹിന്ദിയിലും ഇപ്പോൾ ഹോളിവുഡ് റിപ്പോർട്ടറിലോ ആയാലും ഞാൻ പറയുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്പേസസിൽ ഉൾപ്പെടെ നെഗറ്റീവ് റിവ്യൂസ് ആണ്. തിയേറ്റർ റെസ്പോൺസ് ഹിന്ദിയിലായാലും തമിഴിലായാലും കന്നഡയിൽ സ്വാഭാവികമായിട്ടും കുറവാണ്. ബാക്കി തെലുങ്കിൽ ഉൾപ്പെടെ നെഗറ്റീവ് റിവ്യൂസ് കൂടുതലാണ്. ഇത് മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇത് ഞാനും ആദ്യം കരുതിയിരുന്നത് ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഡബ്ബിങ്ങിൻ്റെ പ്രശ്നം മലയാളത്തിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, വേറെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഹിന്ദിയിലൊക്കെ ഇംഗ്ലീഷ് ഡയലോഗ്സിലൊക്കെ വരുമ്പോഴേക്കും ചുണ്ടൊരു വഴിക്കും ശബ്ദം വേറൊരു വഴിക്കും. അത് നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ KGF ഒക്കെ പലരും മലയാളത്തിൽ കണ്ടവരുണ്ട്. അത് വേറെയാണ്. അത് നേരെ രീതിയിൽ അത് എടുക്കാൻ കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് KGF ഡയലോഗുകൾ അതുപോലെ കോപ്പി അടിച്ച് വെച്ചേക്കുന്നില്ല തോന്നുന്നത്. അതായത് സാധാരണയായിട്ട് ഒരു മനുഷ്യൻ 1-to-1 കമ്മ്യൂണിക്കേഷൻ ഈ പടത്തിൽ നടത്തുന്നെങ്കിൽ ഒരു നാടക രീതിയിലുള്ള ഡയലോഗുകൾ എന്തുകൊണ്ടാണ് നടത്തുന്നത്? അത് KGFൽ അത് വർക്കായതാണ്. അതുകൊണ്ട് നമുക്ക് അതേ ഫോർമുല ഇവിടെ പിടിക്കാം. അതായത് ഇത് എവിടേക്കോ നിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് ചെയ്തു വെച്ച ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ ക്രാഫ്റ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കാനുള്ള കാരണം നമ്മൾ ഈ സിനിമയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഗീതു മോഹൻദാസ് എന്ന വ്യക്തി പബ്ലിക് ഡൊമൈനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും സിനിമയിൽ അത് വേറെ ആയിട്ട് മാറുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. ഇപ്പോൾ സിനിമ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ഗീതു ഇതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഓബ്വിയസ്ലി കസബയുടെ സംവിധായകനായ നിതിൻ രഞ്ജി പണിക്കറിനും അത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ നിതിൻ രഞ്ജി പണിക്കർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി, ഇപ്പോൾ കസബയിൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു സ്റ്റോറി ചെയ്ത് അത് ഗീതുവിനുള്ളൊരു മറുപടിയാണ്. രൂപേഷ് പീതാമരൻ എന്ന സംവിധായകനും ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, MA നിഷ സംവിധായകൻ ഇടുന്നുണ്ട്. അതായത് മലയാളത്തിൽ നിന്നുകൊണ്ട് തന്നെ സംവിധായകർ അവരുടെ വ്യക്തമാണ്. എന്തായാലും ഗീതു മോഹൻദാസ് ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ശബരീഷ്, സായി കൃഷ്ണ, ഹരികൃഷ്ണൻ എന്നിവർക്ക് നന്ദി. സിനിമ മാറുകയാണ്, സിനിമ കാണുന്ന പ്രേക്ഷകർ മാറുകയാണ്. പക്ഷേ സിനിമയുടെ സ്വാധീനം കുറയുന്നില്ല. ഒരു കാലത്ത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിന് മാറ്റം വന്നു. സിനിമ സാധാരണവൽക്കരിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ സമൂഹത്തിൻ്റെ മനസ്സിൽ പതിയാം. സ്ത്രീയെ എങ്ങനെ കാണണം, വയലൻസിനോടും ലഹരിയോടും ബന്ധങ്ങളോടുമുള്ള സമീപനം, ഇതൊക്കെ കുട്ടികളെയും യുവാക്കളെയും സ്വാധീനിക്കാം. സിനിമ കണ്ടതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാകുമെന്നല്ല പറയുന്നത്. ടോക്സിക്കിനെ കുറിച്ചുള്ള ചർച്ച ഗീതു മോഹൻദാസിൻ്റെ സ്ത്രീപക്ഷ നിലപാടിൽ മാത്രം അവസാനിക്കേണ്ടതല്ല. ഇതൊരു സിനിമാ സ്വാതന്ത്ര്യത്തിൻ്റെയും സിനിമാ പ്രവർത്തകർക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെയും ചർച്ച കൂടിയാണ്. മാസും വയലൻസും ഒക്കെ കാണിക്കാം, പക്ഷേ അതിനിടയിൽ സ്ത്രീയെ അപമാനിക്കുന്നതിനും ലഹരിയെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനും വയലൻസിനെ ആഘോഷമാക്കുന്നതിനും ചില പരിധികളൊക്കെ വേണ്ടേ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.